السلام عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനിയായ സഹോദരന്മാരെ, ഇസ്തിഗ്ഫാർ അതായത് പാപമോചനം അതിൻ്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണ് QHLS മൊഡ്യൂളിൽ നമ്മൾ ഇന്ന് വിശദീകരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. قال رسول الله صلى الله عليه وسلم يا أيها الناس توبوا إلى الله واستغفروا فإني أتوب في اليوم 100 مرة. മുസ്ലിം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറു, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും അതുപോലെ തന്നെ അല്ലാഹുവിലേക്ക് പാപമോചനം തേടുകയും ചെയ്യുക. ഫൈനി അതൂബു ഫിൽ യൗമി 100 മറ, ഞാൻ തീർച്ചയായും ഒരു ദിവസത്തിൽ തന്നെ 100ഓളം തവണ അല്ലാഹുവിലേക്ക് പാപമോചനം തേടുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മോട് ഉണർത്തിയതായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ, മുസ്ലിം ഉദ്ധരിച്ച ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താ? യാ ഇബാദി, എൻ്റെ അടിയാന്മാരെ, ഇന്നകും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ, തീർച്ചയായും നിങ്ങൾ രാവും പകലും ഒക്കെ തെറ്റ് ചെയ്തു പോകും. അതിൽ സംശയമില്ല. മനുഷ്യന്റെ ജീവിതത്തിൽ സ്വാഭാവികമായി അറിഞ്ഞും അറിയാതെയും തെറ്റു വന്നു പോകും. പക്ഷെ എന്താണ് പരിഹാരം? വഅന അഗ്ഫിറു ദുനൂബ ജമീഅൻ, അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ തെറ്റുകളെല്ലാം തന്നെ പുറത്തുവരികയും ചെയ്യും. അതിനെന്ത് ചെയ്യണം? ഫസ്തഗ്ഫിറൂനി അഗ്ഫിർ ലക്കും, നിങ്ങൾ എന്നോട് പാപമോചനം തേടുക, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരുമെന്ന്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറെ സന്തോഷമുള്ള കാര്യമാണ് അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുക, അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നൊക്കെ തന്നെ. അത് വിചാരിച്ച് നമ്മൾ തെറ്റ് ചെയ്യുക, തൗബ ചെയ്യുക, തെറ്റ് ചെയ്യുക, തൗബ ചെയ്യുക, അങ്ങനെയുള്ളൊരു അവസ്ഥയല്ല. മറിച്ച് ഒരു തെറ്റ് അതിന് നമ്മൾ മനസ്സ് വേദനിച്ചുകൊണ്ട് അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിയെങ്കിൽ പിന്നീട് ആ തെറ്റിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. അതാണ് തൗബത്തുൻ നസൂഹ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആത്മാർത്ഥമായി മനസ്സിൽ തട്ടിക്കൊണ്ട് ആ പാപത്തിൽ നിന്ന് അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുക, പിന്നീട് ആ തെറ്റിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നത്. ഇവിടെ ഇസ്തിഗ്ഫാറിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഗൗരവമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്തിഗ്ഫാറിനെ കുറിച്ച് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിരിക്കുന്നത് സുആലുൽ മഗ്ഫിറ എന്നാണ്. മഗ്ഫിറത്തിനെ ചോദിക്കലാണ് ഇസ്തിഗ്ഫാർ. അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഇസ്തിഗ്ഫാർ ഇദ്ഹാറുൽ ഉബൂദിയ്യത്തി ലില്ലാഹി തആല വശുക്റു ലിമാ ഔല. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വിവക്ഷയാക്കപ്പെട്ടിരിക്കുന്നത് ഇദ്ഹാറുൽ ഉബൂദിയ്യ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ആരാധനയെ, ഉബൂദിയ്യത്തിനെ വെളിവാക്കലും അതുപോലെ തന്നെ അല്ലാഹുവിനുള്ള ശുക്റുമാണ്. അപ്പോൾ അങ്ങനെയെല്ലാം തന്നെ പൂർവ്വസൂരികൾ അതിനെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ ഇസ്തിഗ്ഫാറിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയൽ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. നമുക്ക് ഒഴിവുവേളകൾ, ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ കിട്ടുമ്പോൾ അതൊന്നും തന്നെ നമ്മൾ വ്യക്തമാക്കി കളയാതെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇങ്ങനെയുള്ള ദിക്റുകളൊക്കെ തന്നെ, ദുആകളും ഒക്കെ തന്നെ വർദ്ധിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങുക. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.